അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു മെറ്റിയോർ കടമെടുത്ത് ഹരീഷിന്റെ അളിയന്റെ മെറ്റിയോർ കടമെടുത്ത് ഇന്നൊരു ചെറിയ റൈഡ് പോകാനുള്ള പരിപാടിയാണ്. റൈഡൊന്നുമല്ല, ഇവിടെ വെറുതെ ചായ കുടിക്കാൻ ഒരു ചായ കുടിക്കാൻ. അതാണ് സംഗതി. അപ്പൊ ഇത് കണ്ണൂരിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബൈക്ക് എടുത്ത്, കാരണം നാട്ടിൽ വന്നിട്ട് ഇതുവരെ വണ്ടി ഓടിച്ചില്ല, ബൈക്ക് ഓടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷനായി ഇന്ന് ഹരീഷിൻ്റെ അളിയനെ ചാക്കിടാൻ പോകണം. ഹരീഷിൻ്റെ അളിയൻ്റെ വണ്ടി എടുത്ത് വെറുതെ ഒരു റൗണ്ട് അടിച്ച് ഒരു ചായ കുടിച്ച് തിരിച്ചു വരും. കൊതിച്ച് വന്നതാണെങ്കിൽ കണ്ണൂർ. ഇല്ലെങ്കിൽ ജാവി ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. സാധനം എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ അതിങ്ങനെ നാട്ടിൽ ബൈക്ക് ഓടിക്കാനുള്ള ആ ഒരു കൊതി അങ്ങ് തീർത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. അതെ അതെ. അപ്പോൾ പോയി നോക്കാം എന്താ അവസ്ഥ. അളിയനുണ്ടെങ്കിൽ കിട്ടി, അളിയനില്ലെങ്കിൽ കട്ടപ്പുറത്ത്. ഇതാണ് മറ്റേ മീറ്റിയോർ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? ചായ കുടിച്ചേക്കാം. അപ്പം നമ്മൾ ഇതിനകത്താണ് ചായ കുടിക്കാൻ പോകുന്നത്. നമ്മൾ ചായ കുടിക്കാൻ പോകല്ലേ? നല്ല പൊളിയല്ലേ? അത് ഓപ്പൺ ഹെൽമെറ്റ്. ഇതിനും കൂടുതൽ നമ്മൾ എങ്ങോട്ടാ? അളിയൻ ഫ്രണ്ട് പോവോ? എന്നാ പിന്നെ വിട്. എനിക്കറിയാം. എന്നാ പിന്നെ എന്നെ പറഞ്ഞത് പുള്ളിക്ക് ഇങ്ങനെ വണ്ടി എങ്ങനെയുണ്ട്, അതിന്റെ എസ്തെറ്റിക്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ലെഫ്റ്റോ റൈറ്റോ? റൈറ്റ്. എന്നെയും കൊണ്ട് പോലെ വലിയ ടാസ്കാണ്. നിനക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹ സഫലയില്ലേ? അല്ല പിന്നെ എന്ത് കാറുണ്ടായിട്ടുള്ള കാര്യമില്ല, ഒരു ബൈക്കാണ് ജീവിതം. അതെ, ബൈക്കാണ്. ഇതാണ് മക്കളെ ജീവിതം. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോലെ. അതെ, കാറിലൊന്നുമല്ല ഫൺ, ബൈക്കിൽ തന്നെ ഫൺ. ഇതൊരു ആക്ഷൻ. ഇത് വേർത്താന്ന് ഇപ്പം ആക്ഷൻ ക്യാമറ അല്ലേ ഇപ്പം ഇങ്ങനെ എടുക്കുന്നത്. ഡയറക്ടറുടെ കൈവഴക്കം ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊരെണ്ണം വാങ്ങിയിട്ടാ ഈ വണ്ടിക്ക് എത്രയായി? ഇതിന് 220. ഇതൊരെണ്ണം വാങ്ങിയിട്ടാ മതി. നല്ല വണ്ടി ഇത്. അപ്പം മീറ്റിയോർ, സൂപ്പർ മീറ്റിയോർ ഒന്നും വേണ്ട. ഇത് നല്ല പുള്ളിങ് ഉണ്ട്. നല്ല 26 bhp ഉണ്ട്. പുള്ളിയാണെങ്കിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മിററൊക്കെ ഉണ്ടല്ലേ, നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊരു വണ്ടി നമ്മൾ അളിയനൊരു വണ്ടി ഭ്രാന്തനാ. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. നല്ല വൃത്തിക്ക് ചെയ്തു. ഇത് കണ്ട നിങ്ങൾ എന്ത് തിരക്കാലേ? വിഷുവിൻ്റെ തിരക്കാണ്. വിഷുവിന് എല്ലാവരും ഇതാ തലേന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. റൈറ്റിലൂടെ എടുത്തോളാം. റൈറ്റോ? അത് തിരിയാനുണ്ടോ? തിരിയാനുണ്ട്. കുറച്ച് അതാകുമ്പോൾ റൈറ്റിലൂടെ അങ്ങ് ചെല്ലുക. ഡാഷ് ക്യാം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പേടിക്കണ്ട. നമ്മളായിട്ടാണെങ്കിൽ മുമ്പോട്ട് വന്നാൽ അവരെ റൈറ്റിലായിട്ട് മാറുമായിരിക്കും. നമ്മൾ കാറും കൊണ്ട് വന്നിരുന്ന മുമ്പിൽ പെട്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ അസഭ്യമായ ഭാഷകൾ ഇതിലായിട്ട് പറയാൻ പാടില്ലായിരുന്നു. അത് 2 ആക്കിയാൽ മതി. അതെ, ഡീപ്. നമ്മൾ നോർമലി സംസാരിക്കുക അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും. അതെ അതെ. ഈ റൈറ്റാണ് മലയാളി സ്വഭാവം കാണിക്കേണ്ടി വരും മിക്കവാറും. മലയാളി സ്വഭാവം കാണിക്കേണ്ടി വരും മിക്കവാറും. കുട്ടിക്കാറ്റേണ്ടി വരും. ബ്രോ ഇതിലേ വരണ്ടായിരുന്നല്ലേ? ഇനി അത് പരശുരാമാണോ? അത് വൈശാഖിലൂടെ
വൈശാഖനെ കാണുന്ന പറയാം ഇവിടെ ഇറങ്ങിക്കോ അളിയന്റെ വണ്ടി. അതെ ആളുകൾ വരുന്നത് റോഡ് സൈഡ് കൂടെ. ജനങ്ങളെ തിരക്കൊക്കെ ഇന്ന് സ്പെഷ്യൽ വിഷു തിരക്കായിരിക്കും. ഇത് വിഷുവിന്റെ തലേന്നല്ലേ, പിന്നെ അതിൻ്റെതായ തിരക്കാം. എന്തോ ഡിസിപ്ലിൻ ഉണ്ട് ഇവിടെ. അതെ 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 അല്ലേ, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതെ ഇവര് എനിക്ക് തോന്നുന്നു ഇവര് എന്താണ് സറണ്ടർ ചെയ്താണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ നിർത്തി. ഓരോരുത്തർ കയറുണ്ട്. നേരല്ലേ? ഓ എന്ത് രസമുള്ള സ്ഥലം. ഓ നമ്മൾ മറ്റേ ഗിറ്റാർ മുന്നോട്ട് വരുന്നില്ലേ? യെസ് യെസ് അതാണ്. ചായ കുടിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് ചായ അടിക്കുന്നത്, ഇവിടെയാണ് വണ്ടി കൊണ്ട് ഇത് പെർഫെക്റ്റ്. വൈകുന്നേരം വന്ന് ഇവിടെ ചായ കുടിച്ച് സംസാരിക്കാൻ നേരത്തെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ടൊക്കെ പോകുന്നത് അറിയാം. ഏറ്റവും ലേറ്റാന്ന് ഏതൊക്കെ മറ്റേ ചായക്കടയുടെ ഇതാണോ? ഇത് ചായക്കടയായിരിക്കും. ആ ചായക്കട ഇവിടെ സൈഡ്. അപ്പം അങ്ങനെ നമ്മൾ ചായക്കട ഹൈദർ നാളെ തന്നെ വണ്ടി ബുക്ക് ചെയ്യുന്ന തോന്നുന്നു ബ്രോ. നാളെ തന്നെ വണ്ടി ബുക്ക് ചെയ്യുന്ന തോന്നുന്നു. ഈ സാധനം വാങ്ങിച്ചോ, അതും കിട്ടും. ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ ഹാൻഡിൽ ബാർ കുറച്ച് ഹാൻഡിൽ റൈസർ അടിച്ചു വിട്ടാ എനിക്കൊരു മുട്ട. നിങ്ങൾ അപ്പുറം ഉണ്ടായിനാ? ഇല്ല അതുപോലെ അല്ലേ? ഇതിലൂടെ വണ്ടി ഓടിച്ചു തരും. സാഹചര്യം പോലെ ഇരിക്കും. അത് റോങ് സൈഡ് കയറി വന്നിട്ട് നമ്മളെ നോക്കി പഠിപ്പിക്കും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഞാനാണോ റോങ് സൈഡ് വന്നത് സംശയം. അത് ചിലപ്പോ ബസ്സൊക്കെ പോകുന്ന നമ്മളിങ്ങനെ ജീവൻ വേണേ മാറിക്കോടാ. ഇവൻ ദേഷ്യം പിടിച്ച് ഏതൊരു ബസ്സിനോട് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഞാനിവിടെ ഇപ്പൊ നാട്ടില് ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് ഒരു പ്രാവശ്യം വന്നു. ഒരു 4.5 കൊല്ലങ്ങാനും വരാതെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങ് ദഹിക്കുന്നില്ല ഇവിടുത്തെ ഡ്രൈവിങ്. എനിക്കിത് ഒരു ഏതോ ഒരു ബസ്സുകാരന് ഓണടിച്ച് ഞാനാണെങ്കിൽ മാറി കൊടുക്കുന്നില്ല. സ്ഥലമല്ല, മാറാൻ സ്ഥലമല്ല. അയാൾക്ക് ഞാൻ പുറത്തോട്ട് മാറി കൊടുക്കണം. രാജാവ് വരുന്ന പോലെ എന്നിട്ട് മാറി കൊടുക്കുന്നത്. എങ്ങനെയൊക്കെ ആളെന്നിട്ട് കുത്തി കയറ്റി പിന്നെ വണ്ടി ഫാമിലി ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ റിസ്ക് കളിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്ക് ഇരിപ്പുറക്കുന്നില്ല, എന്തൊരു തോറ്റ പോലെ. അതിൽ ഞാൻ പിടിച്ച അയാളെ പിന്നാലെ പോയി വട്ടമിട്ട് നിർത്തി. അയാളടുത്ത് ചോദിച്ചു എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെന്താ പറയുക. ഫൈനലി നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ അങ്ങ് നമ്മുടെ വേണ്ടി പോകണല്ലേ? അതെ, വൈശാഖ് അതെ. വൈശാഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SIയുടെ ജ്യേഷ്ഠൻ. അതെ, ഇനി അറിയപ്പെടുന്നത് അങ്ങനെയായിരിക്കും. അതെ, ഇനി അവർ ഒഫീഷ്യലി അങ്ങനെ അറിയപ്പെടുന്നത്. അതെ, ഇത് വളരെ എടാ കണ്ണൂരിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? ഹെവി അവിടെ പിടിക്കലാണോ? അതെ അതെ. പറയണല്ലോ, നല്ല രസമുള്ളത് കൊള്ളാം. റോഡ് മൊത്തം എടുക്കുക, ആർക്കും പോകണം.
എന്താലേ ബസ് വരെ എപ്പം പഠിക്കാനാ